ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ ലക്നൌ, അമേഠി, റായ്ബറേലി തുടങ്ങി 49 മണ്ഡലങ്ങൾ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അഞ്ചാം ഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ തന്നെ അമേഠി, റായ്ബറേലി തുടങ്ങിയ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രമാണുള്ളത്. അതായത് നാളെ രാവിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. അഞ്ചാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 428 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് ഈ 5 ഘട്ടങ്ങളോടുകൂടി പൂർത്തിയാവുകയാണ്. 49 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടമാണ് അഞ്ചാം ഘട്ടം. 49 മണ്ഡലങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അത് സംസ്ഥാനം തിരിച്ചു പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഉത്തർപ്രദേശിലാണ്. അതും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌ, ഒപ്പം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി, രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലി തുടങ്ങി 14 മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ നാളെ ജനവിധി രേഖപ്പെടുത്തുന്നത്. അതിൽ 13 മണ്ഡലങ്ങളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. റായ്ബറേലി എന്ന ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ തന്നെ കോൺഗ്രസിന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലിയും കൂടാതെ BJPയുടെ 13 സിറ്റിംഗ് സീറ്റുകളും ഉൾപ്പെടെ 14 സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ നാളെ ജനവിധി രേഖപ്പെടുത്തുന്നത്. BJP നേതൃത്വം വിലയിരുത്തുന്നത് നാളെ നടക്കുന്ന 49 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം മണ്ഡലങ്ങളും BJP പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ്. 2019 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ 49-ൽ 32 എണ്ണം BJP സ്വന്തമായി നേടിയിട്ടുള്ള മണ്ഡലങ്ങളാണ്. 32 എണ്ണം BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കൂടാതെ 10ഓളം സീറ്റുകൾ സഖ്യകക്ഷികളുടെ NDA സഖ്യകക്ഷികളുടെ സീറ്റുകളുമുണ്ട്. കോൺഗ്രസിന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റ് റായ്ബറേലി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ 49 മണ്ഡലങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷം സീറ്റുകളും അഞ്ചാം ഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തൽ BJP ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര പരിശോധിക്കുമ്പോൾ 13 സീറ്റുകൾ, അവശേഷിക്കുന്ന 13 സീറ്റുകൾ കൂടി അഞ്ചാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നതോടെ മഹാരാഷ്ട്രയിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് ഇതോടുകൂടി പൂർത്തിയാകും. ബീഹാറിലെ 5 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ വീതത്തിലും നാളെ ജനവിധി രേഖപ്പെടുത്തും. വോട്ടെടുപ്പിനായുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി പരിശോധിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വിലയിരുത്തി വരികയാണ് എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഈ 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 4ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലെ ചില ബൂത്തുകളിലും നിസ്സാരമായ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ പരിപൂർണമായും സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരവധി പേർ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഉൾപ്പെടെയുള്ളവർ ആ വിജയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അധികം പിറകോട്ട് പോകേണ്ട, ഒരു 10 വർഷം പിറകോട്ട് പോയാൽ പോലും തെരഞ്ഞെടുപ്പ് വേളയിൽ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വടക്കുകിഴക്കൻ മേഖലയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ബൂത്ത് പിടിച്ചെടുത്തുകൊണ്ടുള്ള അക്രമം, സ്ഫോടനങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ പരമ്പരകളോടുകൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 2024 എത്തുമ്പോൾ അസമും മണിപ്പൂരും ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലുമെല്ലാം തന്നെ സമാധാനപരമായി ജനങ്ങൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാക്കാനുള്ളൊരു പശ്ചാത്തലവും സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. ഈ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലാണെന്നും കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. 49 മണ്ഡലങ്ങൾ 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി 49 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തുമ്പോൾ 5ാം ഘട്ടത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 428 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. ശക്തമായ പ്രതിവാദങ്ങളും പ്രചാരണങ്ങളും മുന്നണികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും നേർക്കുനേർ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് BJP NDA സഖ്യവും ഒപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നടത്തി വരികയാണ്. BJPയെ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നത് 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തന്നെ, 4ാം ഘട്ടത്തിലേക്ക് എത്തിയതോടെ തന്നെ BJPക്ക് 272 എന്ന മാന്ത്രിക സംഖ്യ കടന്നുകൊണ്ട് ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ ലഭിച്ചു. ഇനി ലഭിക്കുന്നതെല്ലാം തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള സീറ്റുകളാണ് എന്നൊരു വിലയിരുത്തൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. ആ ആത്മവിശ്വാസത്തിൽ
പശ്ചാത്തലത്തിലാണ് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് ആകട്ടെ ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കാനെത്തിയതും ഒപ്പം സംവരണ വിഷയത്തിൽ ചില പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വിഷയങ്ങളിൽ ഊന്നിയാണ് പ്രചാരണം ശക്തമായി മുൻപോട്ട് പോകുന്നത്. രാജ്യ തലസ്ഥാനത്ത് ഈ മാസം 25-നാണ് 6ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പിലേക്ക് മണ്ഡലങ്ങൾ കടക്കുന്നത്. 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി രേഖപ്പെടുത്തുക. അതുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. ലക്നൗ, അമേഠി, റായ്ബറേലി തുടങ്ങി 49 മണ്ഡലങ്ങൾ 5ാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ.